ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഫൈൽസിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ലോകത്തുണ്ടായിരുന്ന പലതരത്തിലുള്ള പീഡന മുറകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ക്രൂരമായ ശാരീരിക ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം പീഡനങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. പണ്ട് കാലങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൊടൂര പീഡനങ്ങളൊക്കെ നടന്നിട്ടുള്ളതെങ്കിലും ഇന്നും അവയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ പേടിയാകാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്കുന്ന മുറിവ് കാലങ്ങൾ കഴിയുമ്പോൾ പതിയെ പതിയെ മാഞ്ഞു തുടങ്ങും. എന്നാൽ നമ്മുടെ മനസ്സിലേക്കുന്ന മുറിവോ അതെന്നൊരു മുറിവായി തന്നെ അവിടെ അവശേഷിക്കും. അത്തരത്തിലൊരു മുറിവുള്ളവരായിരിക്കുമല്ലേ നമ്മളിൽ പലരും. നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ആരോടെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് തുറക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും. എന്നാൽ അത്തരത്തിൽ ഇന്നൊരു വ്യത്യസ്തമായ നമ്മുടെ മനസ്സിനെ തന്നെ തകർത്ത് കളയുന്ന ഒരു ശിക്ഷാ രീതിയെക്കുറിച്ച് നമുക്ക് കേട്ടാലോ. ഒരു തരത്തിൽ വലിയൊരു മാനസിക പീഡനം അനുഭവിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിക്ഷാ രീതിയെന്ന് നമുക്ക് പറയാം. നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. വൈറ്റ് ടോർച്ചർ റൂം. ഒരു മുറിയുടെ ഭിത്തികൾ ഉൾപ്പെടെ മുറിയിലെ എല്ലാ വസ്തുക്കളും വെളുത്ത നിറത്തിലാക്കുന്ന രീതി. വസ്ത്രങ്ങൾ മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെ രുചിയോ മണമോ ഇല്ലാത്ത വെളുത്ത ആഹാരപദാർത്ഥമാകും. മുറിയുടെ ഭിത്തികൾ, തറ, സീലിംഗ്, കിടക്ക, വിരികൾ, പുതപ്പ്, തടവ് മുറിയിൽ ഉപയോഗിക്കുന്ന എന്ത് വസ്തുക്കളുണ്ടോ അവയെല്ലാം തന്നെ വെളുത്ത നിറത്തിലായിരിക്കും. എന്തിന്, സ്വന്തം നിഴൽ പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ നിയോൺ ട്യൂബുകളായിരിക്കും തടവുകാർക്ക് മുകളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അതൊരു 24 മണിക്കൂറും അത് തന്നെ ആയിരിക്കും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് വൈറ്റ് ടോർച്ചർ റൂം അതിനകത്ത് നമുക്ക് തടവുകാർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഏകാന്ത തടവിലുള്ള വ്യക്തിക്ക് മറ്റൊരു യാതൊരു നിറവും പ്രാപ്യമാക്കാതെയുള്ളൊരു മാനസിക പീഡനമാണ് ഈ വൈറ്റ് ടോർച്ചർ റൂം എന്ന് പറയുന്നത്. ജനലുകളോ കിളിവാതിലുകളോ ഇല്ലാതെ പൂർണ്ണമായും സൗണ്ട് പ്രൂഫായാണ് വൈറ്റ് ടോർച്ചർ റൂമുകൾ സജ്ജീകരിക്കുക. പുറത്തു നിന്നുള്ള കാറ്റോ വെളിച്ചമോ ഒന്നും തന്നെ അകത്തേക്ക് പ്രവേശിക്കില്ല. നേരത്തെ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ സാധിക്കില്ല. തടവുകാർക്ക് കാവൽ നിൽക്കുന്നവർ പോലും ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ഈ പാഡഡ് ധരിച്ച ഷൂസാണ് ധരിക്കുന്നത്. അത് ധരിച്ച് അവർ തന്നെ നിശബ്ദമായാണ് അത്രയും അവർ ഡ്യൂട്ടി ടൈം നിൽക്കുക. തടവുകാർക്ക് തങ്ങളെ അല്ലാതെ മറ്റൊന്നും കേൾക്കാനാവില്ല, കാണാനാകില്ല. മുറിയിലെ പ്രതലങ്ങളെല്ലാം മിനുസമാർന്ന രീതിയിലാണ് വൈറ്റ് റൂമിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തടവുകാർക്ക് സ്പർശനവും അറിയാനാകില്ല. അവർക്ക് നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പ്രത്യേക മണമോ രുചിയോ ഒന്നുമില്ലാത്ത ഒരു വെളുത്ത നിറത്തിലുള്ളതായിരിക്കും. അത് വെളുത്ത ഒരു പാത്രത്തിലുമായിരിക്കും നൽകുന്നത്. അങ്ങനെ ഒരു തടവുകാരൻ്റെ ഇന്ദ്രിയാനുഭൂതികളെ നഷ്ടപ്പെടുത്തുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണിത്. മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുകയും ചെയ്യും ഈ ടോർച്ചർ രീതി എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. നീണ്ടകാലമുള്ള ഈ ഏകാന്തവാസത്തിലൂടെ വ്യക്തികൾക്ക് സ്വന്തം വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്നതിനൊപ്പം വിഭ്രാന്തിയും സൈക്കോട്ടിക് ബ്രേക്കും വരെ സംഭവിച്ചേക്കാം എന്നാണ് ഇതിൻ്റെ വിദഗ്ധരൊക്കെ പറയുന്നത്. ഇത്തരം പീഡനത്തിൻ്റെ ഫലങ്ങൾ നിരവധിയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 2004 പുറത്തുവിട്ട ഇറാനിൽ വെച്ച് നടന്നെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആദ്യ വൈറ്റ് റൂം ടോർച്ചർ പീഡനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. റെവല്യൂഷണറി ഗാർഡ് അമീർ ഫഗ്ജാവർ എന്നൊരാളാണ് ഇതിനിരയായതായി ആംനസ്റ്റി ഇന്റർനാഷണൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ജയിലറയ്ക്ക് ജനലുകളും ചുമരുകളും ഇല്ലായിരുന്നു എന്ന് അമീർ പറഞ്ഞിട്ടുണ്ട്. വസ്ത്രങ്ങളെല്ലാം വെളുത്ത നിറമുള്ളവയായിരുന്നു. ഭക്ഷണമായി നൽകിയിരുന്നത് വെള്ള പ്ലേറ്റുകളിൽ വെള്ള ചോറായിരുന്നു. ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനായി ഒരു വെള്ള കടലാസ് വാതിലിനടിയിൽ വെക്കേണ്ടി വരുമായിരുന്നു. സംസാരിക്കാൻ വിലക്കുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അമീർ എന്ന് പറഞ്ഞിരുന്നത്. ഇത് മാത്രമല്ല, ഒരു പത്രപ്രവർത്തകനായ ഇബ്രാഹിം നബവി പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ സ്വതന്ത്രനായി വളരെ കാലം കഴിഞ്ഞാൽ പോലും വൈറ്റ് റൂം അടിച്ചേൽപ്പിക്കുന്ന ഏകാന്തത നിങ്ങളെ വിട്ടുപോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ശിക്ഷയ്ക്ക് ശേഷം നമ്മൾ പുറത്തിറങ്ങിയാലും അതിൻ്റെ എഫക്റ്റ് നമ്മളെ വിട്ടു പോകില്ലെന്ന് അർത്ഥം. വൈറ്റ് ടോർച്ചർ രീതിയിൽ തടവ് പുള്ളികളുടെ കുടുംബത്തെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചുമൊക്കെ വ്യാജമായ കാര്യങ്ങൾ പറയുകയും അങ്ങനെ അവരെ മനസ്സിനെ തളർത്തി അവരുടെ മേലുള്ള നിയന്ത്രണം പതിയെ ഏറ്റെടുക്കുകയും ചെയ്യും. ശാരീരികമായി ദ്രോഹിക്കാതെ തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ നേടും. അങ്ങനെ ശാരീരികമായ ഉപദ്രവമൊന്നും ഇല്ലാതെ തന്നെ കുറ്റവാളികൾ കുറ്റസമ്മതം നടത്തും. ലോകത്തെ വിവിധ രാജ്യങ്ങൾ രഹസ്യാന്വേഷണത്തിനും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിനും ഒക്കെയായി ഈ രീതി അവലംബിക്കുന്നതായാണ് ചില റിപ്പോർട്ടുകൾ. ഇറാൻ, വെനസ്വല, US എന്നിവിടങ്ങളിലൊക്കെ
ഇന്റലിജൻസ് വിഭാഗങ്ങൾ രാഷ്ട്രീയ തടവുകാർക്കെതിരെ ഈ പീഡന രീതി ഉപയോഗിക്കാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. കാഴ്ച, കേൾവി, സ്പർശനം, ഗന്ധം, രുചി എന്നീ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമെ ഇക്ലിബ്രിയോസ്പേഷൻ, തെർമോസ്പേഷൻ, പ്രോപ്രിയോസ്പേഷൻ എന്നിങ്ങനെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള വേറെയും ചില പ്രധാനപ്പെട്ട സെൻസുകൾ നമുക്കുണ്ട്. ഒറ്റത്തടി പാലത്തിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ശരീരത്തിന്റെ ബാലൻസ് സൂക്ഷിക്കുന്ന ഒരുതരം ബോധമാണ് ഇക്ലിബ്രിയോസ്പേഷൻ. ചൂടും തണുപ്പുമൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന മറ്റൊരു ബോധമാണ് തെർമോസ്പേഷൻ. പ്രോപ്രിയോസ്പേഷൻ എന്നാൽ ഏതൊരിടത്തും കയ്യിലെ ഭക്ഷണം വായിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന, ദാഹം തോന്നിക്കുന്ന, മൂത്രമൊഴിക്കാനും വിസർജിക്കാനും ഒക്കെ തോന്നിക്കുന്ന ബോധമാണ്. ഒരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അയാളെ ഏകാന്ത തടവിന് വിധിക്കുന്നതാണെന്നാണ് നമ്മുടെ പരിഷ്കൃത സമൂഹം പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ, അവയുടെ അനുഭവങ്ങളെ മനഃപൂർവ്വം നിഷേധിക്കുന്നതാണ് മനുഷ്യന് കൂടുതൽ മാനസിക പീഡനം നൽകുക എന്നത് വൈറ്റ് ടോർച്ചർ റൂം എന്ന പീഡന മുറയിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. ഈ ശിക്ഷാ നടപടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിലൊരു നടപടിയെക്കുറിച്ച് ഓർക്കാൻ പോലും ആകുന്നില്ലല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.